വളരെ കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ കുറഞ്ഞ ചേരുവകൾ മാത്രം ചേർത്തുകൊണ്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം ആയാലോ. അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ അവിടെ ഒരു മാങ്ങയുടെ ജ്യൂസാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല കളറോട് കൂടിയ ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഒരു മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ജ്യൂസാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് നമുക്കിതിനൊന്ന് കുറുക്കിയെടുക്കാം. ഏകദേശം ഒന്നിങ്ങനെ തിക്കായി വരണ ആ ഒരു സമയത്തുമ്പോൾ തന്നെ നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം കസ്റ്റാർഡ് കുറച്ച് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ ചേർത്ത് ഇതുപോലെ നല്ല തിക്കായി കിട്ടുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സംഭവം സിമ്പിളാണ്. ഇനി ഇതിലേക്ക് പാലൊക്കെ ചേർത്തിട്ട് റെഡിയാക്കാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ മാങ്ങ അടിച്ചെടുക്കുന്ന ആ ഒരു സമയത്തോ അല്ലാന്നുണ്ടെങ്കിൽ കസ്റ്റാർഡ് മിക്സ് ചെയ്തെടുക്കുന്ന സമയത്തോ പാലിൽ മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതാ ചൂടോട് കൂടെ തന്നെ ഞാനിതുപോലെ ഒരു ചെറിയൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് കംപ്ലീറ്റ് ഒന്ന് ചൂടാറി വരാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ചൂടാറിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് ചെറുതായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കുക കേട്ടോ. തണുപ്പിച്ച് കഴിക്കുമ്പോൾ കുറച്ചും കൂടെ നല്ല ഒരു ടേസ്റ്റാണ്. അപ്പോൾ അത് അത്യാവശ്യം ചെറിയൊരു രീതിയിൽ ഞാനിതിനവിടെ തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ബൗളിൽ നിന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ സിമ്പിൾ മാംഗോ ജെല്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് മുകളിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഗാർണിഷ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ കുറച്ച് കാഷ്യൂ നട്ട്സ് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തതിന് ശേഷം അതിന് മുകളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും വേണമെന്നില്ല, നമുക്ക് വെറുതെ കഴിക്കാനാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് റെഡിയാക്കി കൊടുത്താൽ മതി. അപ്പോൾ ഒരൊറ്റ മാങ്ങ കയ്യിലുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു ഐറ്റം ട്രൈ ചെയ്ത് നോക്കിക്കോളി. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.